ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു ചെടിയാണ് കേട്ടോ അഗ്ലോണിമ. കുറേ നാളത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അവസ്ഥയെന്ന് പറയണ്ടല്ലോ. അഗ്ലോണിമ നട്ടുന്ന ചട്ടിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. കുറേ നാളായിട്ട് എൻ്റെ ഒരു പരിഗണനയും കിട്ടാതിരുന്ന ആളല്ലേ, അപ്പോൾ ഇന്ന് ഏതായാലും ആ പരാതി അങ്ങ് തീർത്തേക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ചട്ടിയിൽ നിറയെ കാക്കപ്പൂവിൻ്റെ തൈകളാണ് കേട്ടോ നിന്നിരുന്നത്. അപ്പോൾ രണ്ടുപേരെ നമുക്ക് രണ്ടിടത്തേക്കൊന്ന് മാറ്റിയാലോ. ഞാൻ അതിൽ നിന്ന് കാക്കപ്പൂവിൻ്റെ തൈകളെല്ലാം പിഴുതു മാറ്റി. കാക്കപ്പൂവിൻ്റെ തൈ മാത്രമല്ല കേട്ടോ, അതിഥികളായിട്ട് കുഞ്ഞു കുഞ്ഞു പുല്ലുകളും അതിൽ കിളർത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് പിഴുത് മാറ്റി ക്ലിയർ ചെയ്തെടുത്തു. അഗ്ലോണിമ നടാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൺചട്ടിയല്ല, പ്ലാസ്റ്റിക് ചട്ടി തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് നട്ടുപിടിപ്പിക്കാറുണ്ടെങ്കിൽ അത്ര തിക്കായിട്ട് എനിക്ക് വളർന്ന് കിട്ടാത്ത ഒരു ചെടിയാണ് കേട്ടോ അഗ്ലോണിമ. ഇപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കാം എന്ന് കരുതിയ ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ ഇത്. ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓടിൻ കഷ്ണമാണ് ആദ്യം ഇട്ട് കൊടുത്തത്. മണ്ണ് കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും വെള്ളം ഊർന്ന് പോകാനായിട്ടും സഹായിക്കും. ഇനി കുറച്ച് കരിയില ഇട്ടിട്ടുണ്ട്. ചകിരിച്ചോറും ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ട് മണ്ണിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പകുതിയോളം മാത്രമേ ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളൂ. അഗ്ലോണിമയുടെ തൈ നന്നായിട്ട് ചട്ടിയിൽ ഉറച്ചിരിക്കുകയായിരുന്നു. പിന്നെ വേരൊക്കെ പൊട്ടാതെ ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് ഇത് വെക്കാൻ പാടില്ല കേട്ടോ. എന്നാലും വെയിലിൻ്റെ ഷെയ്ഡ് കിട്ടുകയും വേണം. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത്. ഒരു തൈയുടെ ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ ഉണ്ടായി കിട്ടും. ഏതായാലും പോട്ടി മിക്സിൻ്റെ പ്രശ്നമായിരുന്നോ അതോ വെയിൽ കൂടിപ്പോയതിൻ്റെ കുഴപ്പമായിരുന്നോ എന്നറിയില്ല. കുറേ നാൾക്ക് മുന്നേ നട്ടിരുന്നതായിട്ട് കൂടി എനിക്കധികം തൈയൊന്നും ഉണ്ടായി കിട്ടിയില്ല. അങ്ങനെ ഇത് വീണ്ടും എൻ്റെ ഒരു പരീക്ഷണം തന്നെയാണ് കേട്ടോ. ഇതെങ്ങനെ പിടിച്ച് കിട്ടുന്നു നോക്കട്ടെ. ഇതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. ഇതേ നോക്കിയാൽ എൻ്റെ അഗ്ലോണിമ കുട്ടി നല്ല സുന്ദരിയായിട്ടില്ലേ. ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളിലൂടെയാണല്ലോ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊന്നും കൂടി ആവട്ടെ. പൂത്തു വന്ന കാക്കപ്പൂവിനെയും കൂടി നമുക്കൊന്ന് ചട്ടിയിലേക്ക് ആക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ആ ചട്ടി തന്നെ ഒന്ന് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓടും കഷ്ണങ്ങളൊക്കെ ഇട്ട് മണ്ണിട്ട് കാക്കപ്പൂവിൻ്റെ തൈ അതിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2-3 കളറ് ഉണ്ട് കേട്ടോ. വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്, പിങ്ക് കളറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് ഒരു ചട്ടി തന്നെയാണ് നട്ടത്. അപ്പോൾ എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ. നമ്മുടെയൊക്കെ ലൈഫ് ഇതുപോലെ തന്നെയല്ലേ. ശ്രദ്ധിക്കാതെയും വേണ്ട പരിചരണങ്ങൾ ലഭിക്കാതെയും പോകുമ്പോഴാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.